സ്ഥലത്താ പോണ? ടൂറ് പോണല്ലേ? ഓക്കെ. അതെ ഗൈസ്, അപ്പം നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഊട്ടിയിലേക്കായിരുന്നു ട്രിപ്പ് പോയത്. അയാൾ ആദ്യം തന്നെ കിടന്നുറങ്ങിയായിരുന്നു. ഇതൊരു ടണലിൽ നിന്ന് എടുത്ത വീഡിയോ ആയിരുന്നു. റോഡൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്ത് റോഡായിരുന്നു. ഞങ്ങൾ ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കും തമിഴ്നാട് എത്തിയിട്ടുണ്ടായിരുന്നു. അത് മനസ്സിലായത് തന്നെ നമ്മുടെ വിജയ് സാറിൻ്റെ ഫ്ലെക്സ് കണ്ടിട്ടായിരുന്നു. ഞാൻ തമിഴ്നാട് എത്തിയെന്നറിഞ്ഞ് തന്നെ ടോയ് ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ആ ഒരു ലൊക്കേഷൻ അനുസരിച്ച് ആ ലൊക്കേഷനിലോട്ടായിരുന്നു നമ്മൾ പോയത്. അപ്പോൾ അവിടെ എത്തി കുറച്ച് നേരം കൂടി ഡ്രൈവ് ചെയ്ത ആൾക്കാരൊക്കെ ഉറങ്ങിയിട്ടാണ് അപ്പോഴത്തേക്ക് സമയമാകുള്ളൂ. നമ്മൾ 5:30 ആയപ്പോഴത്തേക്ക് എത്തി. 7:45 ടിക്കറ്റ്. കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കണ്ട ഒരു ഫേസ് ഞാൻ കാണിച്ചു തരാം. എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. അതെ ഗൈസ്, എനിക്ക് ചെറുതിൻ്റെ മുഖം കണ്ടപ്പോഴേ ഈ ഡയലോഗായിരുന്നു ഓർമ്മ വന്നത്. പിന്നെ അവിടേക്ക് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് കണ്ട് നല്ല ക്ലൈമറ്റായിരുന്നു. നമ്മൾ ചായ കുടിച്ച് നല്ല വട സൂപ്പറായിരുന്നു. പക്ഷേ ചായ ഒരു കാശിന് കൊള്ളൂലായിരുന്നു ഗൈസ്. അത് കാരണം കൊണ്ട് ചായയൊന്നും അങ്ങനെ കുടിച്ചില്ല, വട തിന്ന്. അങ്ങനെ പിന്നെയും നമ്മുടെ സമയമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് വാഷ്റൂമിലൊക്കെ പോയി വന്നപ്പോഴത്തേക്കും ടൈമായി. എല്ലാവരും കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു വണ്ടിയിൽ. ഊട്ടിയിൽ ഇതുവരെയും വന്നിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമായിട്ടാണ് ഈ ഒരു ടോയ് ട്രെയിൻ. ശരിക്കും ഊട്ടിയിൽ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയായിരുന്നു ഈ ടോയ് ട്രെയിൻ എന്ന് പറയുന്നത്. നല്ല രസമായിരുന്നു പോകാനായിട്ട്. എന്റെ ഒരു കൈ എവിടെയാണ്? രണ്ടൂന്ന് കൈയായിട്ട് വന്നേ. കുട്ടിപ്പട്ടാളംസിൻ്റെ എണ്ണം കൂടുതലുള്ളത് കൊണ്ടിട്ട് തന്നെ ഒരു ബോറടി എന്നുള്ളൊരു സംഭവം നമുക്ക് ആ ട്രെയിനിൽ ഇരുന്നിട്ട് പോലും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അത്രയും ഫണ്ണായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാത്തിൻ്റെ കയ്യിൽ ഓരോന്നുണ്ട്. ഒരാളുടെ കയ്യിൽ രണ്ടെണ്ണുണ്ട്, രണ്ടാമത്തേനായിരുന്നു ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ അങ്ങനെ ബോറടി അങ്ങനത്തെ സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആ ചെറുത് കിടന്നുറങ്ങി. അങ്ങനെ പിന്നെ എന്തെങ്കിലും നമുക്കിങ്ങനെ കണ്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഫോൺ പുറത്തോട്ടിട്ട് കഴിഞ്ഞാൽ നിരത്തി പരത്തി ഫോണുകൾ ഉണ്ടാകും. ഇതിപ്പോൾ എനിക്ക് ആ പുക വന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അതെ, നമ്മുടെ പ്രൊഫഷണൽ ക്യാമറമാനും ഫോൺ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിലൊരു വൈബ് ചെയ്തിട്ട് തന്നെയായിരുന്നു ഈ ടോയ് ട്രെയിൻ പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. ഫുഡ് കഴിക്കാൻ കയറിയൊരു സ്ഥലം ഇഷ്ടപ്പെട്ട് സെറ്റായി ഇരുന്നിച്ച് പോയതിനാൽ അവിടെ ആകെ ഇഡ്ഡലി ഉപ്പുമാവ് എന്നത് മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് ഭൂരിഭാഗം പേർക്ക് ഇഷ്ടമില്ലാത്ത കാരണം കൊണ്ട് അവിടെ നിന്ന് അടുത്തൊരു ഹോട്ടലിൽ കയറി ഞങ്ങളെല്ലാവരും മസാല ദോശയായിരുന്നു പറഞ്ഞിരുന്നത്. അവിടുത്തെ ദോശ തിന്നതോടുകൂടി ദോശ എന്നുള്ള കാര്യം തന്നെ എന്താ പറയുക ഇഷ്ടപ്പെടാൻ